കുട്ടികളുടെ ഏരിയയാണേ. അപ്പോൾ നമുക്കിവിടെ കാണാം നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുട്ടികളുടെ റൂമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ഇത് വേറൊരു കിഡ്സ് നഴ്സറി റൂമാണ് കേട്ടോ. നഴ്സറി റൂം, അത് കുഞ്ഞിനെ കിടത്താനുള്ള ബെഡ്, പിന്നെ ഇത് അമ്മയ്ക്ക് ഇരുന്ന് ഫീഡ് ചെയ്യാനുള്ള ഫീഡിങ് ചെയറാണ്. പിന്നെ ഇവിടെതാ ഇത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇവിടെ നാപ്പി ചേഞ്ചിങ് സ്റ്റേഷൻ ഇവിടെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കിടത്തി നാപ്പി മാറ്റാം. ഇവിടെ തന്നെ ബിന്നുണ്ട് നാപ്പി വേസ്റ്റൊക്കെ കളയാനുള്ളത്. ഇവിടെ എക്സ്ട്രാ നാപ്പി, റാഷ് ക്രീം, അങ്ങനെ കുട്ടികളുടെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള ഒരു ടേബിളാണ് കേട്ടോ. ഇവിടെ കുഞ്ഞിൻ്റെ റൂമാണിത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞിനെ ഒരു മാറ്റി കെടുത്തും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് 8 വീക്സിലൊക്കെ തന്നെ മാറ്റി കെടുത്തുന്നവരുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും ഒരു ടോഡ്ലറിൻ്റെ പോലത്തെ കുറച്ചുകൂടി വലിയ കുട്ടികളുടെ റൂമാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഇരുന്ന് അവരുടെ ചെറിയ സ്പേസ്, എല്ലാം ചെറിയ ഇതാണ്. ചെറിയ ലാമ്പും അവരുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള. ഇതൊരു ആസ്ട്രോനോട്ട് തീമിലാണ് ചെയ്തേക്കുന്നത്. ഏലിയൻ ഷിപ്സും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. റോക്കറ്റ് ഷിപ്പും അങ്ങനെയൊക്കെ. ഈ ലൈറ്റിന് ഇത് വലുതാക്കാം. ഓക്കെ, അത് കൊള്ളാം അല്ലേ. കുട്ടികൾക്ക് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. മറ്റൊരു റൂം ഒരു ജംഗിൾ തീമാണിത്. അപ്പോൾ ജംഗിൾ തീം ആയതുകൊണ്ട് തന്നെ മോൾ വശത്ത് ടെൻറ്റ് പോലെയൊക്കെയാണ് ചെയ്തേക്കണത്. ഫുൾ ജംഗിൾ തീമാണിത്. ആനിമൽസിനെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിലത്തെ ഓരോരോ ഐറ്റംസും ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുള്ളതാണ് ഏറ്റവും രസം. ഒരു ടെൻറ്റും പോലെയൊക്കെ ആയിട്ട് പല പല തീമുകൾ അവർ കാണിച്ചു തന്നേക്കാണ്. ജംഗിൾ, ആസ്ട്രോനോട്ട്, അങ്ങനെ നോക്കട്ടില്ല. പിന്നെ അതെ ഇവിടെ വേറൊരു തീം, കുറച്ചുകൂടി ഗേളിഷ് ആയിട്ടുള്ളൊരു തീമാണ് കേട്ടോ. ഒരു പ്രിൻസസ് ബെഡ് പോലെയൊക്കെ ആയിട്ട്. പിന്നെ നമുക്കിവിടെ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ അത് നമുക്ക് ഒരുപാട് മോഡൽസ് കാണിച്ചു തരും. അതുപോലെ എല്ലാ ഐറ്റം നമുക്ക് ഇൻഡിവിജ്വലി വാങ്ങാനും പറ്റും. ഇത് കുഞ്ഞുങ്ങളുടെ ബ്ലാങ്കറ്റുകൾ, അതുപോലെ അവരുടെ കോട്ടുകൾ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നാപ്പി മാറ്റുന്ന യൂണിറ്റുകൾ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് മോഡൽസും കിട്ടും. മോഡൽ നോക്കണമെങ്കിൽ കാണാം. അതുപോലെ അവിടെ കാണിച്ചിരിക്കുന്ന എല്ലാ സാധനവും നമുക്കിവിടെ വാങ്ങാം. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള ബേസിൻ, അതുപോലെ അവരുടെ പോട്ടിയുടെ കാര്യങ്ങളും എല്ലാ മൈന്യൂട്ട് സംഭവങ്ങളും, പോട്ടി വരെ ഉണ്ട് കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ ഇവിടെ നിന്ന് പോട്ടിയൊക്കെ വാങ്ങിച്ചതൊക്കെ പണ്ടൊക്കെ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആൾക്ക് വാങ്ങുന്നുണ്ട് പോട്ടി ട്രെയിനിങ് ചെയ്യാനുള്ളത്, കുളിപ്പിക്കാനുള്ളത്. ചെറിയ ബാത്റൂമിലേക്ക് നമുക്ക് ടോയ്ലറ്റിലേക്ക് അവർക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കയറാനുള്ള സ്റ്റൂളും അവർക്ക് അതും ഇരിക്കാനുള്ള കുഞ്ഞ് ടോയ്ലറ്റ് സീറ്റും. പിന്നെ അതുപോലെ ഇവിടെ അവരുടെ ചെറിയ ടോയ്സൊക്കെ ഉണ്ട്. ഐക്യയിലത്തെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ചിലപ്പോൾ തെറ്റായിരിക്കാം, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഇവിടെയുള്ള ടോയ്സ് അധികവും വുഡനായിരിക്കും. മരം കൊണ്ടുണ്ടാക്കിയ ടോയ്സാണ് നമ്മൾ അധികവും കണ്ടിട്ടുള്ളത്. അല്ലാത്ത ടോയ്സും ഉണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ. ഇതൊക്കെ പ്ലാസ്റ്റിക്കാണ് എങ്കിലും അധികം ടോയ്സും ഇവിടെ വുഡനാണ് കണ്ടേക്കണത്. അതുപോലെ കുഞ്ഞുമക്കളുടെ ഹൈ ചെയറുകൾ, അവർക്ക് കഴിക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റുകൾ, ഗ്ലാസ്സുകൾ, അങ്ങനത്തെ എല്ലാ കുഞ്ഞുങ്ങളുടെ സെക്ഷനാണ് കേട്ടോ അത്. നമുക്കൊരു കുഞ്ഞിന് വേണ്ട അത്യാവശ്യം വാങ്ങേണ്ട എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിവിടെ നിന്ന് കിട്ടും. പിന്നെ കുട്ടികളുടെ ഹാങ്ങറുകൾ, അവരുടെ കുഞ്ഞു ഉടുപ്പുകൾ ഇടാനുള്ള ഹാങ്ങറുകളും എല്ലാം ഉണ്ട്. അങ്ങനെ ഇവരുടെ ബെഡുകൾ, ബെഡ്ഷീറ്റുകൾ, ഒരുപാട് ബെഡ്ഷീറ്റുകളും അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം കവർ ചെയ്യുന്നത്. അത് ഹാങ്ങേഴ്സാണ്, അവരുടെ കുഞ്ഞുങ്ങളുടെ ഹാങ്ങേഴ്സ്, ചെറിയ ഉടുപ്പുകൾ ഇടാനുള്ളത്. ഇവിടുത്തെ വെച്ചേക്കണതും കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കുഞ്ഞി ഫർണിച്ചറുകൾ, ചെറിയ ഫർണിച്ചേഴ്സ്, അവർക്കുള്ള കുഞ്ഞ് ടേബിൾ, ചെയർ, ടോയ്സ്, അങ്ങനെല്ലാം ഉണ്ട്.
നമ്മളിങ്ങനെ കാണിക്കുമ്പം ആക്ച്വലി ഒരുപാട് സമയം എടുക്കും. അത് കാരണം ഞങ്ങളിങ്ങനെ ഓടിച്ചോടിച്ചാണ് കാണിക്കുന്നതെല്ലാം. ഇതിങ്ങനെ കുഞ്ഞുമക്കൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും. ഇതൊരു ടെൻ്റാണ് കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടത്. ജോണിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇതിലിരുന്ന് കളിക്കാം. ടെൻ്റ് പോലെ നമുക്കിത് മടക്കിയും വെക്കാം കേട്ടോ. അങ്ങനെ കുട്ടികൾക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് ഇവിടെതാ ടോയ്സ്, സോഫ്റ്റ് ടോയ്സ് എല്ലാം ഉണ്ട്. സോഫ്റ്റ് ടോയ്സ്, അങ്ങനെ എല്ലാ ടൈപ്പ് ആനിമൽസും നമ്മളവിടെ കണ്ട സോഫ്റ്റ് ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിവിടുന്ന് വാങ്ങാം വേണമെങ്കിൽ. ഇനിയിപ്പോൾ നമ്മളിതാ ഐക്യയുടെ ലാസ്റ്റ് സ്ഥലത്തേക്ക് എത്തി. ഏറ്റവും അവസാനമാണ് കുട്ടികളുടെ ഏരിയ. ഇനി അങ്ങോട്ട് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ് കേട്ടോ. നമുക്കിവിടുന്ന് ഫുഡൊക്കെ വാങ്ങാം. ഇവിടെ റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ട് കേട്ടോ.